ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സ്വീറ്റ് ബൂന്തിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോണതിന് മുമ്പേ ആയിട്ട് എൻ്റെ ചാനൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് അരിച്ചിട്ട് ഞാനൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമില്ല. എങ്കിലും ഒരു നുള്ള് മതി, അത് ചേർത്താൽ അതൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മുടെ പഴംപൊരി മാവൊക്കെ റെഡിയാക്കില്ലേ, അതുപോലെ അതിലും അത്ര തന്നെ തിക്ക് വേണ്ട, ഒന്നുകൂടെ ലൂസിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നല്ലപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് മാവ് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മുടെ ബൂന്തിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് ഫുഡ് കളർ ചേർക്കുകയാണ്, കേക്ക്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നമ്മുടെ ബിരിയാണി കളർ ഉണ്ടല്ലോ പൗഡർ, അതായാലും മതി കേട്ടോ. ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യെല്ലോ കളറാണെങ്കിലും ഓറഞ്ച് കളറാണെങ്കിലും ഒക്കെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ റെഡ് കളർ അല്പം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം, ജസ്റ്റ് ഒരു കളർഫുള്ളിന് വേണ്ടി ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബൂന്തിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് ഇത് കിട്ടേണ്ടത്, ഇതിനും ടൈറ്റായിട്ട് ആവശ്യമില്ല. അപ്പം ഞാനിവിടെ നിറയെ ഓട്ടകളുള്ള ഒരു കയ്യിലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഏത് കയ്യിലായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ചൂടായ എണ്ണയുടെ മുകളിൽ ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് മാവ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പരത്തി ഒഴിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ സ്പൂൺ കൊണ്ട് പരത്തി കൊടുത്താലും മതി. അപ്പോൾ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് അടിയിലോട്ട് ചാടി നല്ലപോലെ ഫ്രൈ ആയിക്കോളും. ഇതുപോലത്തെ ഓട്ടയുള്ള കയ്യിലൊക്കെ എല്ലാ വീടുകളിലും ഒരുവിധം ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോൾസ് ആക്കിയിട്ട് ഇതിലോട്ട് ചാടിക്കോളും. ഇത് ഇനി ഒരുപാട് നേരം എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരൊന്നും വേണ്ട, ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ച് കോരിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് കോരി മാറ്റുകയാണ്. ഇങ്ങനെ എല്ലാം കോരി മാറ്റാം. അതിന് ശേഷം നമുക്ക് കുറച്ച് ഷുഗർ മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ പഞ്ചസാരപ്പാവ് ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്നിങ്ങനെ അടർത്തി നോക്കിയാൽ നൂൽപ്പരുവാകുന്നുണ്ടെങ്കിൽ അത് റെഡി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇതിപ്പോൾ ആയിട്ടില്ല, ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, ചെറിയൊരു നൂൽപ്പരുവത്തിലായിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാരപ്പാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബൂന്തി അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എങ്കിലേ നല്ല മധുരത്തിലുള്ള സ്വീറ്റ് ബൂന്തി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ 1/2 കപ്പ് കടലമാവിന് കറക്റ്റാണ് കേട്ടോ. 1/4 കപ്പ് പഞ്ചസാര കൊണ്ട് തയ്യാറാക്കിയ പഞ്ചസാരപ്പാവ് കറക്റ്റാണ്. അപ്പോൾ കറക്റ്റ് അളവിൽ എടുത്താൽ മതി. ഞാൻ കുറച്ചധികം വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് നന്നായിട്ട് ഈ പഞ്ചസാരപ്പാവിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അല്ലേ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്